നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. റിനി ആൻഡ് ജോർജ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ കൊടുങ്കാറ്റുകളുടെയും വിവാദങ്ങളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്നത് ഈ നടിയും അവതാരകയുമാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിലെ ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും അദ്ദേഹം ഇത്തരം നിരവധി പേർക്ക് അശ്ലീല സന്ദേശങ്ങളും മറ്റ് സന്ദേശങ്ങളുമൊക്കെ അയക്കാറുണ്ടെന്നും ഇത്തരം കാര്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ ഹൂ കെയേഴ്സ് എന്നാണെന്നും അവർ പറഞ്ഞതോടുകൂടിയാണ് വിവാദത്തിന് തീ കൊളുത്തപ്പെട്ടത്. ആ വിവാദം കോൺഗ്രസിൽ വലിയൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. അവർ കൊളുത്തിവിട്ട ആ ചെറിയ തീപ്പൊരി കോൺഗ്രസിനെ ഒരു കാട്ടുതീ പോലെ വിഴുങ്ങാൻ തുടങ്ങി. വി ഡി സതീശൻ തനിക്ക് പിതൃതുല്യനാണെന്നും തൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ എപ്പോഴും വരാറുള്ളത് വി ഡി സതീശനാണെന്നുമൊക്കെ അവർ ഇതിനിടയിൽ പറയുന്നുമുണ്ടായിരുന്നു. വി ഡി സതീശനും തനിക്ക് ഈ കുട്ടിയെ നേരത്തെ അറിയാം, ഈ കുട്ടി തനിക്ക് തന്നോട് പരാതി പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ റിനി ആൻഡ് ജോർജ് CPM വേദിയിൽ എത്തിയിരിക്കുകയാണ്. CPM വേദിയിൽ എത്താനുള്ള കാരണം എന്താണ്? പറവൂരിലെ CPMന്റെ വനിതാ നേതാവ് ഷൈൻ ടീച്ചർക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് കനത്ത അപകീർത്തികരമായ ചില ആക്രമണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി. വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ടുയർന്ന ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷൈൻ ടീച്ചറെ അതുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങൾ, അതും ഇതുപോലെ അശ്ലീല ചൊവ്വയുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ സൈബർ ടീമുകൾ എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് കൃത്യമായി മുതലെടുക്കാൻ CPM തീരുമാനിക്കുകയും പെൺ പ്രതിരോധം എന്ന പേരിൽ സതീശന്റെ മണ്ഡലമായ പറവൂരിൽ തന്നെ അവർ ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയും അതിലേക്ക് റിനി ആൻഡ് ജോർജിനെ വിളിക്കുകയും ചെയ്തു. ഇതോടെ CPM വളരെ കൃത്യമായൊരു ഗെയിം പ്ലാനാണ് കളിച്ചത്. റിനി ആൻഡ് ജോർജിന് സതീശനുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ അത് അവരുടെ കുടുംബത്തിനുമൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അടുത്ത ബന്ധമുണ്ടെന്നൊക്കെ അവർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. തൻ്റെ പിതൃതുല്യാണെന്നൊക്കെ അവർ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ സതീശൻ്റെ ആയി വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉയർത്തിയ ഒരു വനിത അല്ലെങ്കിൽ ഒരു അവതാരക, ഒരു നടി, അവരെ CPMന്റെ വേദിയിൽ എത്തിക്കുമ്പോൾ കോൺഗ്രസിൽ വി ഡി സതീശൻ്റെ നില വളരെ ദുർബലമാകുമെന്ന് CPMന് നന്നായി അറിയാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ വി ഡി സതീശൻ്റെ നില ദുർബലമാക്കാൻ അവർ കണ്ടുപിടിച്ചൊരു മാർഗമായിരുന്നു ഈ പെൺ പ്രതിരോധത്തിലേക്ക് റിനി ആൻഡ് ജോർജിനെ വിളിക്കുക എന്നുള്ളത്. വിളിക്കുക മാത്രമല്ല, അവർ അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം അവർ അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും വി ഡി സതീശനുമായി കുടുംബ ബന്ധമുണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ ബഹുമാനമാണെന്നും പിതൃസമാനമാണെന്നൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടി അവർ CPMന്റെ വേദിയിലെത്തി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് വി ഡി സതീശനായിരിക്കുമെന്ന് CPMന് നന്നായി അറിയാം. കോൺഗ്രസിനുള്ളിൽ സതീശന്റെ എതിരാളികൾ ഇത് നന്നായി ഉപയോഗിക്കും, ഈ ആയുധം നന്നായി ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിൻ്റെ ഗ്രൂപ്പുകാർ, ഷാഫി പറമ്പിലിൻ്റെ സൈബർ സേനകൾ നേരത്തെ തന്നെ സതീശനെതിരെ തിരിഞ്ഞ് വലിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഷാഫിയും രാഹുലും മറ്റ് ഗ്രൂപ്പ് നേതാക്കളും സതീശനെതിരെ ഇക്കാര്യത്തിൽ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു ഡിവിഷൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു ചേരിതിരിവ് കോൺഗ്രസിൽ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം വച്ചാണ് യഥാർത്ഥത്തിൽ ഈ റിനി ആൻഡ് ജോർജിനെ ഇവർ CPM അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ, കാരണം കോൺഗ്രസിനുള്ളിലെ കുഴപ്പങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക, അതോടുകൂടി പറവൂരിൽ സതീശന്റെ നില ദുർബലമാക്കുക, പറവൂരിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ, കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ സതീശന്റെ നില ദുർബലമാക്കുക, അങ്ങനെ ആ സീറ്റ് ലക്ഷ്യം വെക്കുക. കാരണം CPIയുടെ കയ്യിൽ നിന്നും പറവൂർ സീറ്റ് CPM ഏറ്റെടുക്കുമെന്നുള്ള സൂചന ശക്തമായിരുന്നു. ഇപ്പോൾ ആരോപണവിധേയായ ഷൈൻ ടീച്ചർ അവിടെ മത്സരിക്കുമെന്നൊക്കെ ആദ്യം പോലെ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ CPIയുടെ സീറ്റാണെങ്കിൽ അത് CPM എടുക്കാനാണ് എല്ലാ സാധ്യതയും. അതിനുള്ള രീതിയിലുള്ള നീക്കങ്ങളെല്ലാം നടന്നു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിൽ ഇറക്കുമ്പോൾ സതീശൻ്റെ നില കൂടുതൽ പാർട്ടിയിൽ ദുർബലമാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് CPM ഇത്ര നീക്കം നടത്തിയത്. പാർട്ടിക്ക് അകത്തും പുറത്തും ഒരുപോലെ വി ഡി സതീശനെ ദുർബലനാക്കുക എന്നുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ CPM ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം സതീശനുമായി അടുപ്പമുള്ള, അല്ലെങ്കിൽ അദ്ദേഹവുമായി കുടുംബ ബന്ധമുള്ള, അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഈ പെൺകുട്ടി CPM വേദിയിലെത്തുമ്പോൾ അപ്പോൾ ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുടെ പുകമറയിൽ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വി ഡി സതീശന് പങ്കുണ്ടായിരുന്നു എന്ന ഷാഫി പറമ്പിൽ വിഭാഗത്തിന്റെ ആരോപണത്തിന് കോൺഗ്രസിൽ കൂടുതൽ ശക്തി പകരും.
ആ ആരോപണം വീണ്ടും കോൺഗ്രസിൽ കത്തും. ഇതാണ് CPM ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിലെ ആ ഒരു ഒന്നാമത് കോൺഗ്രസിലെ സൈബർ സേനകളെ രണ്ടായിട്ട് പിളർത്താൻ CPMന് കഴിഞ്ഞത് തന്നെ വലിയ കാര്യമായി അവർ കരുതുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടു കൂടി സൈബർ സേനയെ, കോൺഗ്രസിന്റെ അതിശക്തമായ സൈബർ സംവിധാനത്തെ രണ്ടായി പിളർത്തി മാറ്റാൻ CPMന് വിജയകരമായി കഴിഞ്ഞു. അതിൽ അവർ അഭിമാനം കൊള്ളുന്നുണ്ടെന്നാണ് ഒരു CPM നേതാവ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും CPM ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൽ ഈ വിവാദം അടങ്ങാതെ നിൽക്കട്ടെ എന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ കഴിയും വരെ ഈ വിവാദം അടങ്ങാതെ നിൽക്കട്ടെ. അതുകൊണ്ട് VD സതീശനെ പരമാവധി കോൺഗ്രസ് ദുർബലമാക്കിയാൽ ചേരിതിരിവ് അവിടെ രൂക്ഷമാകുമെന്നുള്ള വിശ്വാസമാണ് CPMനുള്ളത്. അതുകൊണ്ടാണ് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ CPM വേദിയിലേക്ക് വിളിച്ചത്. രാഹുൽ ഗാന്ധിയോടൊക്കെ വളരെ ബഹുമാനമുണ്ടെന്ന് പറയുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയെ, ഈ ഒരു വിവാദം ഉയർത്തിവിടാൻ കാരണക്കാരിയായി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന പെൺകുട്ടിയെ CPM വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ കോൺഗ്രസിലെ ഈ പടലപ്പിണക്കങ്ങളും ചേരിതിരിവുകളും വിഭാഗീയതയും പരമാവധി വർദ്ധിപ്പിക്കുക, അതുവഴി VD സതീശനെ ദുർബലനാക്കുക എന്നുള്ള തന്ത്രമാണ് CPM ഇതിൽ പ്രയോഗിക്കുന്നത്.